നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് അവരുടെ സ്കൂളിൽ പഠിക്കുന്ന സബ്ജക്ട്സിൽ ഒരു പീരീഡ് ആയിട്ട് വെക്കണം അല്ലേ? ബേസിക് ടീച്ചർമാർ പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ട്, ചെറിയ മാറ്റവും വരുന്നുണ്ടായിരിക്കും പൊതുവിൽ. ആ ഒരു സംഭവം കൂടെ അച്ഛൻ്റെ കുട്ടികൾക്ക് അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കാറുണ്ടോ സഭയിലെ കുട്ടികൾക്ക്? അതുപോലെ നമ്മുടെ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്ന സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികൾ അവരോടൊക്കെ പറയാറുണ്ട്. നമ്മൾ വൃത്തി ശുദ്ധി മുറിക്കകത്തും ചുറ്റുപാടുകൾ സൂക്ഷിക്കണം. അതും ദൈവീകതയുടെ ഭാഗമാണ് വിശുദ്ധിയും വൃത്തിയും. നമ്മൾ ഈ വൃത്തിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ പഴയ ആളുകളൊക്കെ പറഞ്ഞു കേൾക്കാം. നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിലും നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ അടുക്കളയിലാണെങ്കിൽ പോലും പാത്രങ്ങളായാലും ഒന്ന് വലിച്ചു വാരിയിട്ട് അഴുക്ക് പാത്രങ്ങളൊന്നും ഇട്ടിട്ട് കിടക്കരുത്, ഐശ്വര്യം ഉണ്ടാവില്ല. ഇതിലൊക്കെ സത്യമുണ്ടോ? പക്ഷേ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റിയല്ലെങ്കിലും വൃത്തിയില്ലേ ഒരു പൈശാചികതയാണ്. കാരണം വൃത്തിയില്ലാത്തതിരുന്ന് പ്രാർത്ഥിക്കാൻ തോന്നിയാൽ, വൃത്തിയില്ലാത്ത മുന്നിൽ നിന്ന് പഠിക്കാൻ തോന്നിയാൽ, സംസാരിക്കാൻ തോന്നിയാൽ അന്തരീക്ഷം മലിനമാവുമല്ലോ. അപ്പോഴാണ് നല്ല ദിവസം നീറ്റാണ് നമുക്ക് കുറേ കൂടി ഒന്ന് പറയാനും ചിന്തിക്കാനും ഒക്കെ നമുക്ക് പറ്റും. അതുപോലെ മനസ്സും ശുദ്ധമായിട്ടിരിക്കുമായിരിക്കും. നമ്മൾ പറയുന്നു, ഭാരതീയ പാരമ്പര്യത്തിൽ പറയും പാത്രശുദ്ധി, പദാർത്ഥശുദ്ധി, പാചകശുദ്ധി. ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ വൃത്തി, പദാർത്ഥത്തിൻ്റെ വൃത്തി, കുടിക്കുന്ന എന്തും ഓരോന്നും ഉണ്ടാക്കുന്ന ഐറ്റങ്ങൾ. അതുപോലെ പാചകശുദ്ധി, ദേഹത്ത് വൃത്തി വേണം. കുക്ക് ചെയ്യുന്ന ദേഹത്തെ ആ 3 വൃത്തിയും വേണം. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഈ പറയുന്ന പോലെ ഒരുപാട് പേര് ഈ കൗൺസിലിങ്ങിനും ഒക്കെ വരുന്നുണ്ട്. അപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് വരുന്നവർ കാണുമല്ലോ. അപ്പോൾ ഏതൊരു ചെറിയ പ്രശ്നമാണെങ്കിലും നമ്മളിപ്പോൾ ചില ആളുകളുടെ അടുത്ത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം പറയുമ്പോൾ ചില ആളുകൾ പറയുന്നേക്കാം, നിങ്ങളുടെ കാര്യം ഇപ്പോൾ ഇത്രയൊക്കെയല്ലേ ഉള്ളല്ലോ, നമ്മൾ ഇതിലും വലുതൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അപ്പം കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളായിട്ട് വരുന്നവരെ അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കുന്ന പലരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനോട് അച്ഛൻ എന്താ പറയാനുള്ളത്? ഒരാൾക്ക് അയാളുടെ പ്രശ്നം എത്രത്തോളം ഉണ്ടെന്ന് അയാൾക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ വരുന്നവരോട് അച്ഛൻ എന്താ പറയാനുള്ളത്? ആര് വന്നാലും അവരെ കേൾക്കും, അവർക്ക് ആവശ്യമായ ഉപദേശം കൊടുക്കും, പങ്കുവയ്ക്കുന്നത് നടത്തും. അതിൻ്റെ മുഴുപ്പോ ചെറുപ്പോ ഒന്നും നോക്കൂല. കാരണം വരുന്നവർക്ക് പ്രശ്നം ഉണ്ടായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അതവർക്ക് വേദനിപ്പിക്കുന്ന പ്രശ്നമായിരിക്കുമല്ലോ. ആ രീതി ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്തായിരിക്കും? ശ്രദ്ധ, ക്ഷമാപൂർവമായ ശ്രദ്ധ. അത് ഒന്നും പറഞ്ഞില്ലേ പോലും കുറെ കേട്ട് കഴിയുമ്പോൾ തന്നെ വരുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ എല്ലാവരും അങ്ങനെ ശ്രദ്ധയുള്ളവർ തന്നെയാണോ? ചെയ്യണം, ആയിരിക്കണം, ബേസിക് ക്വാളിറ്റി ആണല്ലോ. അതെ. അച്ഛന്മാരെന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും കൂടുതൽ സമയം അവരെ ശാന്തരായിട്ടാണ് കാണുന്നത്. ഇപ്പം പക്ഷെ മനുഷ്യരാണ്. എപ്പോഴെങ്കിലും ദേഷ്യം വരാറുണ്ടോ? അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യാറ്? നമ്മളൊരു മര്യാദയില്ലാത്ത പെരുമാറ്റം കാണുമ്പോൾ ദേഷ്യം വരാം, ചില രീതി വരുമ്പോൾ കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ആളോട് ആ സമയത്ത് തന്നെ നമ്മൾ മര്യാദയ്ക്ക് അതിൻ്റെ മറുപടി പറയും. ദേഷ്യത്തെ നമുക്ക് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരിക്കും? ദേഷ്യം വരുമ്പോൾ ഒന്ന് നമ്മൾ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ദേഷ്യം വരുമ്പം മൗനം പാലിച്ച് മാറിപ്പോവുക, അതേ ഉള്ളൂ. എന്നുവെച്ചാൽ അല്പം ശാന്തമായി കഴിയുമ്പോൾ വരിക. അപ്പം നമ്മൾ ഒരു ബക്കറ്റ് നിറയെ കലക്ക വെള്ളം എടുക്കുമ്പോൾ വെള്ളം കലങ്ങി കിടക്കും. അതിൻ്റെ എക്കലൊക്കെ അടിഞ്ഞു കഴിയുമ്പം വെള്ളം കണ്ണാടി പോലെ ആവും. ഇതുപോലെ കോപവും കോപിക്കുമ്പം കലക്ക വെള്ളം പോലെ. കുറച്ച് ശാന്തമായി ഇരുന്ന് വല്ലതും വായിച്ചോ അല്ലെങ്കിൽ TV കണ്ടോ ഒക്കെ ഇരുന്ന് കഴിയുമ്പോൾ അതങ്ങ് അടിഞ്ഞ് മനസ്സിൽ തെളിയുമ്പോൾ നമ്മൾ പറയുന്ന വാക്കിനും തെളിച്ചോ. കലങ്ങുമ്പം പറയുന്ന വാക്കും കലക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് പറഞ്ഞപ്പോഴും ഓർത്തത്, പലരും പറയാറുണ്ട് നമ്മൾ അത്ര ദേഷ്യം വന്നിരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം വന്നിരിക്കുമ്പോഴായാലും നമ്മളൊരു തീരുമാനം എടുക്കരുതെന്ന്. അച്ഛന് അത് കേട്ടിട്ടുണ്ടോ അങ്ങനെ പറയുന്നൊരു സംഭവം? അതൊരു കുടുംബജീവിതത്തിൻ്റെ 3 തിയറികളാണ്. 1 കോപം വരുമ്പോൾ സംസാരിക്കരുത്, 2 നിരാശ വരുമ്പോൾ തീരുമാനം എടുക്കരുത്, 3 ആഹ്ലാദം വരുമ്പോൾ വാഗ്ദാനം കൊടുക്കരുത്. അത് 3 പോളിസികളാണ്. അതെന്താ അത് ഡിഫൈൻ ചെയ്യുന്നത് കൂടുതലായിട്ട്? അല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഓരോന്നിലും ഇപ്പോൾ വാഗ്ദാനം കൊടുത്തിട്ട് പാലിച്ചില്ലേ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അതെ, നിരാശയോടെ തീരുമാനം എടുത്താൽ പിന്നെ തകരും. വായിന്ന് പോയ വാക്കും കയ്യിൽ പോയ കല്ലും തിരിച്ചു പിടിക്കാൻ പറ്റിയല്ലോ. പറയുന്ന വാക്കും ശ്രദ്ധിക്കാം. നമ്മളിപ്പോൾ കുടുംബജീവിതത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഈയിടെ ഈ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരുപാട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അച്ഛൻ ന്യൂസൊക്കെ കണ്ടിരുന്നു. അതിപ്പം ഒന്ന് ചിലരിൽ മനബലമില്ലാത്തത് ചെയ്യും, ഒന്ന്
പിന്നെ ക്രൂരത കൊണ്ട് സഹിക്കാൻ മേലാതെ ചെയ്യും. പല കാറ്റഗറി ഉണ്ടല്ലോ. അതെ. ചിലൊന്നും ചെയ്യേണ്ടവരല്ല, നല്ല പഠിത്തവും അറിവും ഒക്കെ ഉള്ളവർ വേറെ എന്തെല്ലാം സാഹചര്യങ്ങളിലൂടെ രക്ഷപ്പെട്ടു പോവേ ആത്മഹത്യ അത് അങ്ങനെ അതൊരു അതിൻ്റെ ഒരു ന്യായീകരണമൊന്നുമില്ല. ചിലർക്ക് ഒട്ടും സഹിക്കാൻ മേല. അപ്പം പല രീതിയിലാണ്. അപ്പോൾ ഒന്ന് ഓരോരുത്തരും അന്നൻ്റെ റേഞ്ചിലങ്ങ് ചെയ്തു പോകും. ഈ പറയുന്ന പോലെ സ്ത്രീധനത്തിന്റെ പേരിലും അങ്ങനെ ഒരുപാട് രീതികളിൽ ഇവരെ ഇങ്ങനെ പീഡിപ്പിക്കുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ എന്നാൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിവോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ അതൊരു കുറവാണ്, തെറ്റാണ്, അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട്. പല പേരൻസും അത് വിചാരിച്ചാണല്ലോ ഈ കുട്ടികളെ തിരിച്ച് വീട്ടിലോട്ട് വിളിക്കാത്തത് തന്നെ. അങ്ങനെ ഒരു എന്താണ് വോട്ട് നെക്സ്റ്റ് എന്നറിയാതെ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ബന്ധം മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ അത് ഒഴിവാക്കുന്നത് തെറ്റാണോ? അത് ഓരോരുത്തരുടെ ജീവിത സാഹചര്യം അനുസരിച്ചാണ് എന്തിനു വേണ്ടിയാണ് ഇത് പോകുന്നതെന്നുള്ളതാണ്. പിന്നെ ഇത്രേ ഉള്ളൂ, ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ആരും സെക്കൻഡ് ക്വാളിറ്റി ആയി, വിലയില്ല. ഡിവോഴ്സ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പെണ്ണിനെ പിന്നെ എല്ലാവരും വേറെ കണ്ണോടെ അവളെ നോക്കുകയുള്ളൂ. അവിടെ വില പോയി. ആണാണ് അവൻ്റെയും വില പോയി. രണ്ടാം കല്യാണമായ നമുക്ക് എത്രയോ കേസാണ് വരുന്നതേ. പലരും പറയുന്നത് വെച്ചു പഴയത് സഹിച്ചൊക്കെ നിന്നാൽ മതിയായിരുന്നു. കാരണം പടം മേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോൾ പന്തവും കൊളുത്തി പടം. അതാണ് ഈ പ്രശ്നം. പക്ഷേ ഈ രണ്ടാം ക്വാളിറ്റി ആണെന്ന് പറയുന്നതും അത് ആളുകളുടെ ഇടയിലൊരു തെറ്റായ മനോഭാവമല്ലേ? അല്ല, അത് കെട്ടുന്ന പുരുഷനെ തോന്നല, രണ്ടാമത് കെട്ടുന്ന ആൾക്ക്, കെട്ടിക്കുന്ന പെണ്ണിനും അതെ. അപ്പോൾ അത് സമൂഹത്തിൽ വലിയ പ്രശ്നം അതിനകത്തുണ്ട്. പിന്നെ ജീവിക്കാൻ വരെങ്കിൽ കെട്ടിപ്പോവുക നമ്മളെല്ലാം. ശരിക്കും പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടതല്ലേ? അല്ല, അങ്ങനെ മാറ്റം വരുന്നത് ഓരോരുത്തർ ചെയ്യുന്നവർ തീരുമാനിക്കണം, മാറ്റണോ വേണ്ടിയാണ്. അത് അച്ഛന്മാർ പറയേണ്ടതല്ലല്ലോ. അത് അവരവൻ്റെ ജീവിതത്തിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. അല്ല, പറഞ്ഞു കൊടുക്കും, ഒരുമിച്ച് നിൽക്കാൻ പറയും, മാർഗമില്ല നിങ്ങളുടെ വഴി, പിരിയാൻ നിൽക്കുന്നു പറയാൻ. പിന്നെ കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അവരനുഭവിച്ചോളും. നല്ല മോശമാണ്. അപ്പം അതിനകത്തൊരു തിയറിയായിട്ട് ആർക്കും ഒന്നും പഠിപ്പിക്കാൻ പറ്റുമല്ലോ ആ ഒരു കാര്യത്തിൽ. അത് ഇൻഡിവിജ്വലാണ്, വ്യക്തിപരമായ ചോയ്സാണ്. നമുക്കതിനകത്ത് പറയാനുള്ള അവകാശമില്ല. അങ്ങനെ ആളുടെ അവസ്ഥയല്ലല്ലോ നമ്മുടെ മാനസികാവസ്ഥയെ. പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതി വന്നു പോകുന്നതല്ലേ. ആരും പിരിയാൻ വേണ്ടി കെട്ടിയതല്ലല്ലോ, സാഹചര്യങ്ങൾ വരുന്നതല്ലേ. പിന്നെ അത് അവർ തന്നെ ഫേസ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് കൊടുത്ത് കൂടെ നിൽക്കാം. സൗഹൃദങ്ങൾ, അച്ഛൻ്റെ സൗഹൃദങ്ങൾ എങ്ങനെയാണ്? എനിക്കങ്ങനെ എല്ലാവരും സകലരും ഉള്ളു. പ്രത്യേകിച്ച് നല്ല വായനയുള്ളവരോട് നല്ല സൗഹൃദമുണ്ട്, അറിവുള്ളവരോട് സൗഹൃദമുണ്ട്. പിന്നെ എല്ലാവരോടും കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാർ അങ്ങനെ നിലനിന്ന് പോകുന്ന ഇഷ്ടം പോലെ 10-60 വർഷമായിട്ടുള്ളവർ കുട്ടിക്കാലം 2-3 വയസ്സുള്ള കാലത്ത് ഒരുമിച്ച് പഠിച്ചവരും ഇപ്പോഴും ഉണ്ട്. കോളേജിലൊക്കെ പിരിഞ്ഞിട്ട് തന്നെ 40 വർഷം കഴിഞ്ഞു. എന്നാലും അന്നുള്ളവരെല്ലാം ഇന്ന് നമ്മുടെ മനസ്സിലാ ആൾക്കാരുണ്ട്. ഈ ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ചുരുക്കം പേർക്കേ അത് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സീക്രട്ട് ഉണ്ടാകും. എങ്ങനെയാണ് ഇതപ്പോൾ സ്ഥിരമായി ഇവരുമായിട്ടുള്ളൊരു കോണ്ടാക്ട് നിലനിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമുക്ക് പലപ്പോഴും അവരെ കാണാൻ പറ്റുമേ. ഇങ്ങനെ ധ്യാനിപ്പിക്കാനൊക്കെ ചെല്ലുമ്പോഴേ പല സ്ഥലങ്ങളിലും കാണുകയും വർത്താനം പറയുകയും അപ്പം അങ്ങനെയുള്ളൊരു ബന്ധം ആ തലത്തിൽ എപ്പോഴും ഫ്രീക്വൻ്റായിട്ട് കാണാൻ പറ്റുന്നതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ബലം. കാണുന്നു, കണ്ടു മിണ്ടാൻ പറ്റുന്നു, അതാണ് അതിൻ്റെ ഒരു ബലം. രാജകന്യക മൂവി, അപ്പോൾ ഇതിന് ശേഷം ഇനിയും അച്ഛൻ ഇതുപോലെയുള്ള നല്ല കഥാപാത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെയ്യുമോ? ഇതുപോലെ ഒത്തുവരുന്നതാണെന്ന് ഒരു കേട്ടോ. ആൾക്കാർക്ക് ഒരുപാടുണ്ട്, അത് നന്മയാണെന്ന് തോന്നിയാൽ വന്നാൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് തീർത്തു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് നന്മയുടെ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്മ എങ്ങനെയൊക്കെ നമുക്ക്? നന്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നവൻ്റെ മനസ്സിന് ഒരു സന്തോഷവും സ്വീകരിക്കുന്നവർക്കും ഒരു സന്തോഷവും. നന്മ അത് വാക്കാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും ചെയ്യുന്നവന് സുഖവും ചുറ്റുമുള്ളവർക്ക് മുറിവുമാണെങ്കിൽ അത് തന്നെ. അത്രയേ ഉള്ളൂ.